നമുക്ക് വന്ന വേറൊരു ചോദ്യമാണ്. ഡോക്ടറെ, പിന്നെ എന്റെ കുട്ടിക്ക് ഒരു 2 ആഴ്ച മുന്നേ പനി ഉണ്ടായിരുന്നു. പനിച്ച് കഴിഞ്ഞ് നാവില് ഇതേപോലെ കുത്ത് പോലെ സ്ട്രോബെറി ഒക്കെ പോലെ സ്ട്രോബെറി ടങ്ക്, അതുപോലെ തൊണ്ടവേദന, തലവേദന, അതുപോലെ മേലിൽ ചൊറിച്ചിൽ പോലെ വരിക. അതിനുശേഷം പനിയെല്ലാം മാറിയതിനു ശേഷം കൈയിന്റെയും കാലിന്റെയും തൊലി ഇങ്ങനെ അടർന്നു പോരുന്നൊരു കണ്ടീഷൻ കണ്ടു. അപ്പൊ ഇത് എന്താണ് ചെയ്യേണ്ടത്? പേടിക്കേണ്ടതുണ്ടോ? ഇതൊരു അലർജി അസുഖമാണോ? ഒരുപാട് കാലം മരുന്ന് കഴിക്കേണ്ട അസുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ആ ഒരു തൊലി എന്ന് പൊളിഞ്ഞു പോരുക എന്ന് പറയുന്നത് ആ അസുഖത്തിന്റെ ഭാഗമായിട്ട് പൊളിഞ്ഞു പോകുന്നതാണ്. അത് മാക്സിമം 2 ആഴ്ച മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ആ ഒരു ഡെഡ് സെൽസ് എല്ലാം പോയതിനു ശേഷം നല്ല സുന്ദരമായ തൊലി കൈമലും കാൽമലും തിരിച്ചു വരുന്നതാണ്. അതൊരു പേടിക്കേണ്ട ഒരു കണ്ടീഷനല്ല. സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്ന പനിയുടെ ഭാഗമായിട്ട്, ഒരു ഇറപ്റ്റീവ് ഫീവറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അതൊരിക്കലും ഒരു സ്കിൻ ഡിസീസ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല. താങ്ക് യു.